ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ ഇന്ന് മാർക്കറ്റ് വെള്ളിയാഴ്ച ദിവസം വലിയ ഒരു സിക്സാക്ക് മാർക്കറ്റ് ആയിട്ടില്ല എന്നുള്ളത് ആശ്വാസം പകരുന്നുണ്ട്. നെഗറ്റീവായിരുന്നു മാർക്കറ്റ്, പക്ഷെ ആ ഒരു നെഗറ്റിവിറ്റിയിൽ മാർക്കറ്റ് നിലനിന്നു. അല്ലാതെ നേരെ തിരിച്ച് പോസിറ്റിവിറ്റിയിലേക്ക് വരുമ്പോഴാണ് മാർക്കറ്റിൽ കൂടുതൽ പ്രശ്നങ്ങൾ. എന്താണോ മാർക്കറ്റിലെ ആ ഒരു ട്രെൻഡ് അത് തന്നെ നിലനിൽക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഡെറിവേറ്റീവിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഗുണകരം. ഈ ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ കാത്തിരിക്കുകയാണ്. കാരണം 25,000 മുകളിൽ നിഫ്റ്റി പോയതാണ്, വീണ്ടും പോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ള പെർസ്പെക്റ്റീവിലാണ് അവരുടെ ചിന്ത. കാരണം കഴിഞ്ഞ ദിവസമാണ് ട്രംപിൻ്റെ ഒരു താരിഫ് പ്രശ്നങ്ങൾ, ഈ ഒരു ഹൈക്കിനെതിരെ അവിടുത്തെ ഫെഡറൽ കോർട്ട് ഒരു വിധി പ്രഖ്യാപിച്ചത്. ട്രംപിന് അങ്ങനെയുള്ളൊരു അധികാരമില്ല എന്നുള്ള ഒരു വിധി. ആ ഒരു വിധി വന്നതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റുകൾ വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. എന്നാൽ ഇന്നലെയായിരുന്നു അപ്പീൽ കോർട്ട് പറഞ്ഞിരിക്കുന്നത് ട്രംപിന് അധികാരമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഫെഡറൽ കോർട്ടിനേക്കാളും കൂടുതൽ അധികാരമുള്ളത് അപ്പീൽ കോർട്ടിനാണ്. അപ്പോൾ ആ ഒരു കഥ ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. പിന്നീട് US നിന്ന് വന്നത് GDP ഡേറ്റ ആയിരുന്നു. 0.02% നെഗറ്റീവായിട്ടായിരുന്നു വന്നത്. പക്ഷേ 0.03% നെഗറ്റീവ് ആകുമെന്നായിരുന്നു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്ത നെഗറ്റിവിറ്റി ഇല്ലാത്തത് ഇന്നലെ US മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയൊരു ഫോളിലൊന്നും തന്നെ ഇടയാക്കിയില്ല. US മാർക്കറ്റോ യൂറോപ്യൻ മാർക്കറ്റോ എല്ലാം തന്നെ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ കൂടിയും വലിയ ഫോളിന് ഇടയാക്കിയില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ വരുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ GDP ഡേറ്റ ഇന്നുണ്ടായിരുന്നു. ഇന്ത്യയുടെ GDP 7.4 ഈ ഒരു ക്വാർട്ടറിൽ വന്നിട്ടുണ്ട്. അത് മികച്ച രീതിയിലുള്ള GDP ആയിട്ടാണ് ഇതുവരെ കണക്കാക്കപ്പെടുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം RBIയുടെ ഭാഗത്തുനിന്ന് ഡിവിഡൻഡ് ഇനത്തിൽ 2.26 lakh crores സെൻട്രൽ ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ട്. RBI പറഞ്ഞിരിക്കുന്നത് ഇൻഫ്ലേഷൻ എല്ലാം തന്നെ 4% താഴെ ആകും, GDP നല്ല രീതിയിൽ ഉയരും. ഗ്രോത്ത് ഫോർകാസ്റ്റെല്ലാം തന്നെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ആണ് RBI പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ട്രംപ് നൽകിയിട്ടുള്ള ഡെഡ് ലൈൻ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും തിരക്ക് പിടിച്ചിട്ടുള്ള ചർച്ചയിലാണ്. ഇന്ത്യയുടെയും നയതന്ത്ര ഉദ്യോഗസ്ഥർ, ട്രേഡായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെല്ലാം തന്നെ വാഷിങ്ടണിൽ തമ്പടിച്ച് ചർച്ചകൾ നടക്കുകയാണ്. അതിൻ്റെ ഔട്ട്കം നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ അതാണ് ഓവറോൾ മാർക്കറ്റിലുള്ളത്. നിഫ്റ്റി 24,800 താഴെയാണ് ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. ഏകദേശം 200 പോയിന്റ് സെൻസെക്സ് പിടിഞ്ഞു. പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേകതയുള്ള കാര്യം, ഫിൻനിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മോശം റിസൾട്ട് വന്ന കമ്പനികളെല്ലാം തന്നെ കനത്ത രീതിയിൽ മാർക്കറ്റ് ശിക്ഷിക്കുന്നുണ്ട്. എസ്പെഷ്യലി മോശം റിസൾട്ട് വന്ന ഓല ഇലക്ട്രിക് 8% ഇടിഞ്ഞു. മസഡോഗ് 7% ഇടിവ് രേഖപ്പെടുത്തി. കിരി ഇൻഡസ്ട്രീസ് ഇന്ന് 10% ഇടിവ് രേഖപ്പെടുത്തി. എന്നാൽ നല്ല റിസൾട്ട് വന്ന കമ്പനിയാവട്ടെ സിസ്ലോൺ 8% റാലിയും രേഖപ്പെടുത്തി. അപ്പോൾ മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ കൃത്യമായിട്ട് തന്നെ റിസൾട്ട് അനുസരിച്ച് റിയാക്ഷൻ കാണുന്നുണ്ട്. കൂടാതെ തന്നെ മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ചും ഇന്നൊരു പോസിറ്റീവായ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലോൺ സ്വർണം പ്ലെഡ്ജ് ചെയ്തിട്ട് കൊളാട്രൽ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആ ഒരു RBIയുടെ ഭാഗത്തുനിന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഒരു അഡ്വൈസറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ലോൺ പ്രൊവൈഡേഴ്സിന് ഇത് ദോഷകരമായിട്ട് ബാധിക്കില്ല എന്നുള്ളത് RBIയുടെ ഉറപ്പ് കൊടുക്കലാണ് ഇന്ന് മുത്തൂറ്റ് 7% ഒരു റാലിക്ക് കാരണമായത്. കൂടാതെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ പ്രകാശ് പൈപ്പ് 25 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ചുരുങ്ങി. 2 രൂപ 40 പൈസ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. PNC ഇൻഫ്രയുടെ റിസൾട്ട് ഉണ്ടായിരുന്നു. 390 നിന്ന് 75 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. IDB ബാങ്ക് ഇന്ന് പോസിറ്റീവിൽ റിയാക്ട് ചെയ്തു. എമിറേറ്റ്സ് NBD, ദുബായിയൊക്കെ ഉള്ള എമിറേറ്റ്സ് NBD ബാങ്കായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ITC ഇവരുടെ ബ്രിട്ടീഷ് ടബാക്കോ ലിമിറ്റഡ് ഇവരുടെ സ്റ്റേക്കെല്ലാം തന്നെ സെല്ല് ചെയ്തു. ITC ഫോളോ ചെയ്തിരുന്നു. പുതിയതായിട്ട് JKG പാർട്ട്നേഴ്സ് ITCയിലെ സ്റ്റേക്ക് അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. എന്നാൽ ഇന്ന് പോസിറ്റീവായിട്ടൊന്നും ITC റിയാക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഡൈനാമിക് കേബിൾ കമ്പനി 1:1 റേഷ്യോയിൽ ഡിവിഡൻഡ് ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പ്രസ്റ്റീജിൻ്റെ റിസൾട്ട് വന്നു. 140 നിന്ന് 25 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ചുരുങ്ങി. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കാണാം, ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. കൂടാതെ തന്നെ ഏറ്റവും ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ ബിറ്റ്കോയിൻ $3,400 ഇടിവ്. ഗോൾഡും $18 ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് കാണാം, ഇടിവ് രേഖപ്പെടുത്തി. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റും ഒന്നടങ്കം ഒരു കൺസോൾട്ടേഷനാണ്. സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉള്ള ഒരു കൺസോൾട്ടേഷൻ. പോസിറ്റീവായ ഈ ട്രംപിൻ്റെ താരിഫായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ ഇനി വരണം.
FISൻ്റെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ മാന്യന്മാർ, എല്ലാ ദിവസവും ബൈ ചെയ്യുന്നുണ്ട്, മാർക്കറ്റിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു അൺസർട്ടനിറ്റി മാർക്കറ്റിലുണ്ട്, താരിഫായിട്ട് ബന്ധപ്പെട്ടുള്ള അൺസർട്ടനിറ്റി. അപ്പോൾ ട്രംപ് എന്ത് പറയുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് നിശ്ചയമില്ല. ഈ UK ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് 50% താരിഫ് അതായത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും വീണ്ടും ഫർദറായിട്ട് പുള്ളി ഒരു അഭിപ്രായം പറഞ്ഞു, അന്ന് ഇടിഞ്ഞു, പിന്നീട് അത് ഡിലേ ചെയ്തു, അതുകൊണ്ട് മാർക്കറ്റ് കയറി. ഇപ്പോൾ ട്രംപും അവിടുത്തെ കോർട്ടായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അതെന്താവാമെന്ന് ഉള്ള ഉത്കണ്ഠ സ്വാഭാവികമായിട്ടും മാർക്കറ്റിനുണ്ട്. അപ്പോൾ അത് തന്നെയാണ് റിയാക്ട് ചെയ്യപ്പെടുന്നത്. കാത്തിരുന്ന് കാണാം, ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് തന്നെ ചിന്തിക്കാം. താങ്ക് യു ഓൾ.